ചെറിയൊരു മണി ഈസ്റ്റ് സെറ്റപ്പ്. ആ പടം നൈസാണ്. പുള്ളിക്ക് എന്തോ രോഗം നടക്കണ്ടല്ലോ അപ്പൊ പുള്ളിക്ക് എന്തോ ഇതുണ്ടല്ലോ രോഗം. എനിക്കറിയത്തില്ലടാ, നീ അത് പോയി ഗൂഗിളിൽ നോക്ക്. അതല്ല എങ്ങനെ കേട്ടിട്ടുണ്ട് എല്ല് പൊടിയുന്നൊക്കെ പുള്ളിയുടെ. എല്ല് പൊടിയൂന്ന്? ഓ അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലിന്റെ ബലം പോണോ? എല്ല് അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പുള്ളി കേട്ടോ മറ്റേ ബൈക്കിലൊരു യാത്രയൊക്കെയാണ് ഞാൻ കണ്ടായിരുന്നു. മറ്റേ മണാലിയൊക്കെ പുള്ളിങ്ങനെ ബൈക്കൊക്കെ ഓടിച്ചു. സിനിമയിലോട്ട് വന്നത് പുള്ളി എപ്പോഴാണ് വന്നത് സിനിമയിലൊക്കെ? പുള്ളി മിനിഞ്ഞാന്ന് വൈകുന്നേരം വന്നു. എനിക്കറിഞ്ഞടാ അതൊക്കെ. പുള്ളിയുടെ പണ്ട് കാലത്ത് പുള്ളി ബൈക്ക് സ്റ്റണ്ടറായിരുന്നു. വിഷയായിരുന്നു പുള്ളിയുടെ പടത്തിലെ ബൈക്ക് സ്റ്റാൻഡ് ഒക്കെ പുള്ളി തന്നെയാണ്. മങ്കാത്തൊക്കെ മറ്റേ സാധനമൊക്കെ പോടാ മങ്കാത്ത കണ്ടിട്ടില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോ. അൺഇൻസ്റ്റാൾ യുവർ വാലറന്റ്. മങ്കാത്ത വിഷയം പോടാ. സ്റ്റോറി എന്താ എന്റെ സ്റ്റോറി എന്തുവാ? ആ റോവർ തന്നെ, പക്ഷെ ഭയങ്കര സെറ്റാ, നല്ല രസാ പടം മങ്കാത്ത. മങ്കാത്ത തുനിവ് ഞാൻ പുള്ളിയുടെ ഒത്തിരി സിനിമ കണ്ടിട്ടില്ല. പുള്ളിയുടെ വേറെ മൂവി കണ്ടുള്ളൂ, റയർ മൂവിയൊക്കെ. അത് മറ്റേ വെങ്കട് പ്രഭുവിന്റെ പടമാണ് മങ്കാത്ത. അതാരാ വെങ്കട് പ്രഭു? ആരാ? കുമാറിന്റെ അച്ഛൻ, പ്രഭുവിന്റെ മകൻ. പ്രഭു കേട്ടിട്ടുണ്ട്. പ്രഭു ഇങ്ങനെയാണ്. ഈ പ്രഭു വേറെയാ. ഞാൻ ആകെ തമിഴിൽ കണ്ട റീസെന്റ് മൂവീസ് ഒക്കെ കണ്ടിട്ടുള്ളൂ. റീസെന്റ് ഒക്കെ മാസം ഉണ്ടല്ല മറ്റേതില്ലേ രണ്ട് ഒട്ടി നിൽക്കുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, അത് കണ്ടിട്ടുണ്ട്. മാസം കണ്ടിട്ടില്ലേ? സാധാരണ നിന്നെപ്പോലുള്ളവർക്ക് മാസമാണല്ലോ ഇഷ്ടപ്പെടേണ്ട, കുഞ്ഞുപിള്ളേർക്ക്. ഞാൻ സൂര്യയുടെ മാസം കണ്ടില്ല. കാർത്തിയുടെ ബിരിയാണി കണ്ടിട്ടുണ്ടോ? ബിരിയാണി ഇല്ല. കാർത്തിയുടെ മറ്റേത് കണ്ടായിരുന്നു. ഏതാ മറ്റേ എൽസിന്റെ സാധനം ഉണ്ടല്ലോ, എൽസിന്റെ കൈതി കണ്ടായിരുന്നു. കൈതി കണ്ടിട്ടുണ്ട്. പിന്നെ കാർത്തിയുടെ പഴയ കാർത്തികയാണെന്ന് തോന്നുന്നു. പഴയ ഒരു മൂവി ഇല്ലേ, പോലീസുകാരനുള്ള അല്ല തമിഴ് കണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് റൈറ്റ്. ഓ വഴി പറയാൻ മറന്നുപോയി. കേറിയാ ഇവിടുന്ന് റൈറ്റ് ആണ് എപ്പോഴാണേ. ഷാറുഖിന്റെ അവക്കന്റെ മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ സിനിമ അത്ര ഇല്ല. ഷാറുഖ് ഖാന്റെ ആ ഒറ്റ സിനിമ ഇഷ്ടമുള്ളൂ. റാവല്ല, ചെന്നൈ എക്സ്പ്രസ്. അത് ഒത്താതെ ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ അതാണ് ഞാൻ കണ്ടതിൽ എനിക്ക് ബോളിവുഡ് മൂവീസ് അത്ര ഇഷ്ടമേ അല്ല. എനിക്ക് ഷാറുഖ് ഖാന്റെ എനിക്ക് കൂടുതൽ ഇഷ്ടം മറ്റേ ഇവനാണ്. ഈ UP ബീഹാർ ആ ഒരു ഭാഗത്തുണ്ടല്ലോ, അങ്ങനത്തെ ബോളിവുഡിനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവരുടെ കുറെ ഇതിറങ്ങും, എന്താ മൂവീസ് ഇറങ്ങും. ഇവരെന്ന് പറഞ്ഞാൽ ഫുൾ ഭയങ്കര വലിയ ബഡ്ജറ്റ് മൂവീസ് ഇറക്കുന്നത് ഈ ബോളിവുഡ്. പക്ഷെ ഭയങ്കര ശോകം സ്റ്റോറിയും ഒക്കെ സ്ട്രൈറ്റ് ആണ്. ഭയങ്കര ശോകം സ്റ്റോറിയും ഒരു അൺറിയലിസ്റ്റിക് വൈബാണ് ബോളിവുഡിന്റെ ഒക്കെ. എനിക്കത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ കാണുന്ന ഈ വെബ് സീരീസ് ഉണ്ടല്ലോ, ഹിന്ദി സീരീസ് ഇഷ്ടപ്പെടും. പിന്നെ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ബോളിവുഡിൽ അധികം ഫേമസ് അല്ലാത്ത ആൾക്കാരൊക്കെ ഇല്ലേ, അതായത് ഈ സുശാന്ത് സിംഗിനെ പോലുള്ളവന്മാരൊക്കെ ഇല്ലേ, പയ്യന്മാര്, അവന്മാര് നല്ല പടങ്ങളാണ് കണ്ടു തന്നെ. അതൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കാണാറിയ പേരൊന്നും അറിയാൻ പാടില്ല, പക്ഷെ നമ്മൾ ചിലപ്പോ കണ്ടു ഇങ്ങനെ ഇരുന്ന് പോകും. MS ധോണിയെ കണ്ടിട്ടുണ്ട്. അതൊക്കെ നേരത്തെ അതൊക്കെ കാണാതിരിക്കും, അതൊക്കെ അറിയില്ല. അവന്റെ സുശാന്ത് സിംഗിന്റെ ഒരു കുറെ പടം എനിക്ക് ഇഷ്ടമായിരുന്നു. ഇവരൊക്കെ ചേർന്നിട്ട്
അവനെ കോർണറൊക്കെ ചെയ്തതിൽ കുറെ. അതല്ല പക്ഷേ ഇവർ എല്ലാവരും വേറെ പുള്ളിയുണ്ട്, പങ്കജ് ത്രിപാഠി എന്ന് ഒരാളുണ്ട്. പുള്ളി ഒരു ഇവിടുത്തെ UP-കാരനാ. പുള്ളി UP ബീഹാർ അവിടെയൊക്കെയുള്ള. പക്ഷെ പുള്ളിയുടെ ഇതൊക്കെ ഉണ്ട്, സിനിമ വെബ് സീരീസ് ഒക്കെ ഉണ്ട്, വിഷയമാണ്. പിന്നെ വേറൊരു നവാസുദ്ദീൻ സിദ്ദിഖി എന്നൊരു പുള്ളിയുണ്ട്, പുള്ളിയും വിഷയമാണ്. ഇവരൊക്കെ UP എന്നുള്ള ആൾക്കാരാ. പിന്നെ എനിക്ക് തട്ടുകുളപ്പം പടം കാണുന്നുണ്ട്, ഞാൻ തെലുങ്കാനയിലോട്ട് പോകും. അല്ലു അർജുനൊക്കെ ഏതല്ല കന്നഡ. അല്ലു അർജുൻ എവിടെ? കർണാടക ഇത് ആന്ധ്രാപ്രദേശ്. അതാണ് അവരുടെ പുള്ളി ജനിച്ചത് ചെന്നൈയിലാണ്. അതുകൊണ്ട് പുള്ളിക്ക് തമിഴ് നന്നായിട്ട് അറിയും, മലയാളം നന്നായിട്ട് അറിയില്ല. അല്ല പുള്ളിക്ക് മനസ്സിലാവും, പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പുള്ളിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പറയുന്നത്. ഞാൻ പണ്ട് അല്ലു അർജുന മൂവി കാണുമായിരുന്നു, മറ്റേ ബണ്ണി ഇല്ലേ, ബണ്ണി. അങ്ങനെ സത്യമൂർത്തിയാ അത്. അതെന്താ കുറച്ച് സിനിമയൊക്കെ ഉണ്ട്, അതൊക്കെ വിഷയം പടമാണ് അല്ലു അർജുനന്റെ. വണ്ടി പോകുന്നില്ല. അങ്ങനത്തെ കുറച്ച് കില്ലാടി പടങ്ങൾ. എനിക്ക് അല്ലു അർജുന്റെ കുറച്ച് വളരെ ചെറിയ കുറച്ച് പടം എനിക്ക് ആര്യ ഫസ്റ്റ്, പിന്നെ ഇത് അയ്യോ മറ്റേ മഞ്ഞത്ത് പെണ്ണിനെ കണ്ട നിക്കണ പടയില്ലേ? ഏതാ മഞ്ഞ്? മഞ്ഞത്ത് പെണ്ണിനെ കണ്ട നിക്കണ പടയില്ലേ? ഉണ്ടല്ലോ ആ സിനിമ. പിന്നെ മറ്റേ കാജൽ മറ്റേ ഹൻസിക ആയിട്ടുള്ള പടം. അതേതാ? അതെന്ന് വെച്ച് കഴിഞ്ഞാ അത് ഇഷ്ടപ്പെടാൻ കാരണം അതിനകത്ത് ഭയങ്കര കത്തിയാ. മറ്റേ ഓൺ പാക്കിൽ ഇടിയൊക്കെ എടുത്തിട്ട് വെള്ളത്തേക്കൊക്കെ അടിച്ചിട്ട് ഇടിക്കണത്. എനിക്ക് അല്ലു കുറച്ച് പോലീസ് സ്റ്റേഷനുകൾ ഇഷ്ടമുള്ള, പോലീസ് ഇതൊക്കെ ഉള്ള ഇതൊക്കെ പോയാ. ഇല്ല എനിക്ക് പണ്ട് അല്ലു അർജുനന്റെ പോലീസ് സ്റ്റേഷനിലുള്ള കുറച്ച് പടം ഉണ്ടായിരുന്നു, എനിക്കതാ ഇഷ്ടം. പോലീസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷനുള്ള കുറച്ച് പടമുണ്ട്. അങ്ങനത്തെ കുറച്ച് കിടമ്പ് പടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇഷ്ടം. വേറൊരു പടമുണ്ട്, കാലൊക്കെ വെട്ടുന്നൊരു പടമുണ്ട്, കാല് വെട്ടുന്ന. ഓ കാല് വെട്ടുന്ന സ്ട്രൈറ്റ് ആണ്. ഒരു മൂവി ഉണ്ട്, ആ മൂവിയില് കാലൊക്കെ ഇങ്ങനെ വെട്ടും. അത് വേറൊരു പുള്ളി പുള്ളിയുടെ സ്വന്തം കാലത്ത് റെയിൽവേയില് കുടുംബം. അതന്നെ ബണ്ണി. അങ്ങനെ ഇത് കമ്പനി അത്. അയ്യോ ബാക്കിലായിരുന്നു അവിടെ. റിവേഴ്സ് എടുക്കാൻ മുടിയുമോ? അല്ലല്ലേ സേവനോടിക്കേണ്ടി വരും. അല്ലേ എടാ കമ്പനി കയറ്റാൻ വേണ്ടി വളർത്തെടുക്കാം. ഞാൻ ഇല്ല. കമ്പനിയും ഷിപ്പ് യാർഡ് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. എനിക്ക് പണ്ടത്തെ ഇങ്ങനെ ഇഷ്ടമായിരുന്നു. മോഹൻലാൽ ഇല്ലേ, മോഹൻലാലിനൊക്കെ ഒട്ടും ഇഷ്ടമായിരുന്നു എനിക്ക്. ഭയങ്കര പടം കാണുമ്പോൾ എന്തോ പോലെ ആയിരുന്നു. യോക്കോ
വൈറലായി കഴിഞ്ഞാൽ എന്നെ വിഷയമായിരിക്കും. എനിക്ക് നല്ല മമ്മൂട്ടി ഫാനായിരുന്നു. പിന്നെയാണ് ഞാൻ ഇത് കാണുന്നത്, ഏതാ പുലിമുരുകനൊക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇല്ല, പുലിമുരുകനെ നൈസ് പടമായിരുന്നു. ഞാൻ അതാണ് കാണുന്നത്. മോഹൻലാലിന്റെ ആദ്യത്തെ പടം ഞാൻ കാണുന്നതാണ് പുലിമുരുകൻ. അല്ല, ഞാൻ കാണുന്ന ആദ്യത്തെ പടമായിരുന്നു. ബാക്കിയുള്ള മുമ്പിൽ വരുന്ന സ്കിപ്പ് ചെയ്ത് കളയുമായിരുന്നു. പിന്നെയാണ് അത് കണ്ട പിന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ പഴയ കുറെ മൂവി ഉണ്ടല്ലോ, മണിച്ചിത്രത്താഴ്, അങ്ങനത്തെ കുറച്ച് മൂവി കണ്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്.